ശ്രീ സി കെ ഹരീന്ദ്രൻ, അങ്ങേക്ക് 10 മിനിറ്റ്. സാർ, ഈ വിനിയോഗ ബില്ലിനെ ഞാൻ പിന്തുണയ്ക്കുകയാണ് സാർ. കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ പ്രധാനമായും രണ്ടാണ് സാർ. ഒന്ന്, രാജ്യത്ത് നിലനിൽക്കുന്ന ഫെഡറൽ സംവിധാനത്തെ തകർത്തെറിയുന്ന, അതുവഴി അധികാരം കേന്ദ്രീകരിക്കുന്ന നയം. രണ്ട്, ആഗോളവൽക്കരണ കാലത്ത് അവകാശ വികസന നയങ്ങളെ പരാജയപ്പെടുത്തി നാടിനെ സാമ്പത്തികമായി തകർക്കുന്ന നിലപാടിനെ നേരിടുന്ന ഇടതുപക്ഷ നയങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഇടപെടലുകൾ. ഈ രണ്ടിനും എതിരായിട്ടാണ് കേരളത്തിലെ പിണറായി സർക്കാർ കഴിഞ്ഞ 9 വർഷമായി പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാനത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങളുടെ ജീവിത അഭിലാഷങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ എണ്ണമറ്റ പ്രവർത്തനങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട്. വികസനം, അവകാശം, വികസനം, സാമൂഹ്യ സുരക്ഷിതത്വം, സാമൂഹ്യ സുരക്ഷ, മറ്റ് ജനങ്ങളുടെ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിൽ നടത്തുന്ന പ്രവർത്തനം വെറുതെ പ്രസംഗത്തിലൂടെയോ വർത്തമാനത്തിലൂടെയോ പറയേണ്ടതല്ല, നേർസാക്ഷ്യമാകും. കേരളത്തിൽ സാക്ഷ്യമല്ലാത്ത എന്തു വികസനമാണ് സാർ നടന്നത്? ഓരോ മേഖല തിരിച്ച് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. 57-ൽ പ്രഥമ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നത് മുതൽ ഈ നാടിൻ്റെ വികസനത്തിനു വേണ്ടി ഒരുക്കിയ വികസന പരിപ്രേക്ഷ്യം നാടിൻ്റെ എല്ലാ മേഖലകളിലും അന്നത്തെ ഗവൺമെൻറ് കൊണ്ടെത്തിക്കാൻ പരിശ്രമിച്ചിരുന്നു. ഒരു ഗവൺമെൻറ് മാത്രമല്ല, കേരളത്തിൽ വളർന്നു വന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെയും നിർദ്ദേശങ്ങളും അവിടെയും സംഭാവന കൂടെ ചേർത്തുകൊണ്ടാണ് കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ എന്തെന്നില്ലാത്ത മാറ്റം കേരളത്തിലുണ്ടായത്. കാർഷിക ബന്ധ ബില്ല് വഴി കാർഷിക മേഖലയിൽ മാത്രമല്ല, ഈ സംസ്ഥാനത്തിൻ്റെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഉപകരിച്ചു എന്നതാണ് നമുക്കറിയാം. കൂലി വ്യവസ്ഥ തന്നെ കേരളത്തിൽ അന്നേ വരെ നിലനിന്നിരുന്ന വ്യവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തി. അധ്വാനിച്ചാൽ കൂലി ലഭിക്കണം എന്ന് ഉറപ്പുവരുത്തുന്ന നിയമങ്ങൾ കൊണ്ടുവന്നതും 57-ലെ ഗവൺമെൻറ്റാണ്. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ ഇടപെടലും സ്വാധീനവും ഇല്ല എന്ന് പറയുന്നില്ല. അതുവഴിയാണ് കേരളത്തിനൊരു പുതിയ തുടക്കം, വികസനത്തിനൊരു പുതിയ ചരിത്രം രേഖപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞത്. ഇപ്പോൾ രാവിലെ പറഞ്ഞു, നിങ്ങൾ എത്ര വർഷമായി, പ്രതിപക്ഷ നേതാവാണെന്ന് തോന്നുന്നു, എത്ര വർഷമാണ് സംസ്ഥാനം ഭരിച്ചത്? അതിനു മുമ്പ് 80-നു ശേഷമാണ് കേരള മോഡൽ വികസനം വരുന്നതെന്നാണ്. സാർ, 57-ന് മുമ്പ് തന്നെ ഇടതുപക്ഷ പാർട്ടികൾ അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ വികസനത്തെക്കുറിച്ചുള്ള നിരവധി ഡോക്യുമെൻറ്റുകളാണ് സാർ സമ്മേളനങ്ങളിൽ അവതരിപ്പിച്ചതും അംഗീകരിച്ചതും. ആ കാര്യത്തിലൊരു വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് 5 വർഷമോ 6 വർഷമോ ഭരിച്ചു എന്നുള്ളതല്ല, എത്ര വർഷം ഭരിക്കുന്നു എന്നുള്ളതല്ല. നീണ്ട എത്രയോ വർഷക്കാലം, പതിറ്റാണ്ടുകൾ നമ്മുടെ രാജ്യം ഭരിച്ച പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി. ഇന്ത്യയിൽ അടിസ്ഥാനപരമായി കേരളത്തിൽ ആവിഷ്കരിച്ചതുപോലൊരു കാർഷിക പരിഷ്കരണ നടപടിയോ കാർഷിക ബന്ധ ബില്ലോ ദേശീയ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞോ? വർഷങ്ങൾ ഭരിച്ചതുകൊണ്ട് കാര്യമില്ല. ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് എന്തു ചെയ്തു എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള വിഷയം. അതുവഴി നമ്മുടെ സംസ്ഥാനം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, 2 പ്രധാനപ്പെട്ട വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് ഈ കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ ഗവൺമെൻറ് ഭരണം നടത്തിയതും സാധാരണ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചതും. വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരുത്തിയില്ലേ സാർ? ആരോഗ്യരംഗത്ത് മാറ്റം വരുത്തിയില്ലേ സാർ? ആർക്കാണ് ഇല്ലെന്ന് പറയാൻ കഴിയുക? ഞാൻ ഒരു ആദിവാസി മേഖലയുണ്ട് സാർ, ഞാനത് പ്രതിപക്ഷ നേതാവിനെ കൂടെ വിളിക്കുന്നുണ്ട്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നൽകിയ പണം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പാലമുണ്ട് സാർ. സാധാരണ ജനങ്ങളുടെയും ആദിവാസി മേഖലയിൽ ജീവിക്കുന്നവരുടെയും മനസ്സുകളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചൊരു പാലം വന്നു കാണണം സാർ. 1600-ൽ പരം വരുന്ന കുടുംബങ്ങൾ ജീവിക്കുന്ന കുന്നത്തുമല, ചാക്കപ്പാറ തുടങ്ങിയ ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരിപ്പയാറിന് കുറുകെ നിർമ്മിച്ചൊരു പാലമുണ്ട് സാർ. പതിറ്റാണ്ടുകളായി ആദിവാസി മേഖലയിലെ ജനങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ആഗ്രഹമാണ് സാർ നിവർത്തിച്ചത്. അതിൻ്റെ ഉദ്ഘാടനത്തിന് ഞാൻ വിളിക്കാം.
ഒന്നും നടക്കുന്നില്ലല്ലേ പറയുന്നത്? ഒന്നും നടക്കുന്നില്ല എന്നല്ലേ. നാട്ടിൽ റോഡുകളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും ആരോഗ്യ സ്ഥാപനങ്ങളായാലും എത്രമാത്രമാണ് മെച്ചപ്പെട്ടത്? കേരളത്തിൽ ഒരു നവകേരളം രൂപപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം ഓർമ്മിക്കുന്നുണ്ട്. കേരളത്തിൽ നാളിതുവരെ നേടിയ നേട്ടങ്ങളെ നിലനിർത്തിക്കൊണ്ട് പുതിയ നേട്ടങ്ങൾ കൈവരിക്കാൻ, പുതിയ മേഖലയിലേക്ക് ജനങ്ങളുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്താൻ, സന്തോഷകരമായൊരു ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് ആധുനിക കേരളം സ്വപ്നം കാണുന്നത്, ആഗ്രഹിക്കുന്നത്. അതിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിന് കേരളത്തിൻ്റെ പരിമിതികളെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ശരിയായിട്ടുള്ളൊരു ധന മാനേജ്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ് സാർ കേരളത്തിൽ ഈ മാറ്റം വന്നത്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമുണ്ട്. ആർക്കാണ് ഉണ്ടാവാത്തത്? എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ആ ബുദ്ധിമുട്ടുകളുടെ നടുവിലൂടെയാണ് കേരളത്തെ ഇത്രമാത്രം ഉയർത്തിക്കൊണ്ടുവരാൻ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞത് എന്നോർക്കാൻ പ്രതിപക്ഷങ്ങൾ തയ്യാറാവണം. സർ, ഇന്ത്യൻ രാഷ്ട്രീയം ഇന്നൊരു വഴിത്തിരിവിലാണ് സർ. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദർശങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും കനത്ത വെല്ലുവിളി നേരിടുകയാണ് സാർ. മതനിരപേക്ഷത നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ അനിവാര്യമായ ഘടകമല്ലേ സാർ? എന്നാൽ മതാധിഷ്ഠിത രാഷ്ട്രീയത്തിലേക്ക് കാൽവയ്പ്പുകളാണ് സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം നേരിടുന്ന ഈ ആപത്ത് മുൻകൂട്ടി കാണുവാനും ആശയതലത്തിലും തെരഞ്ഞെടുപ്പുകളിലും നിയമവേദികളിലും മതനിരപേക്ഷത നേരിടുന്ന വെല്ലുവിളികളെ ചെറുത്തു നിൽക്കാനും ഇടതുപക്ഷം എപ്പോഴും മുൻനിരയിൽ നിന്നിട്ടുണ്ട് സാർ. പറയില്ലല്ലോ സാർ, ഏറ്റവും മുന്നിലാണ് സാർ ഇന്നും നിൽക്കുന്നത്, എപ്പോഴും നിലനിന്നിട്ടുള്ളതും. ഡൽഹിയിൽ ബുൾഡോസറുകൾ ഉരുണ്ടപ്പോൾ അവയെ തെരുവിൽ പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നത് ഇടതുപക്ഷമായിരുന്നു സാർ. പൗരത്വത്തിന് മതാടിസ്ഥാനം നൽകാനുള്ള നീക്കമുണ്ടായപ്പോൾ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തിനകത്തും പുറത്തും ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കാനും സുപ്രീം കോടതിയിൽ നിയമപോരാട്ടം നടത്താനും മുൻപന്തിയിൽ നിന്നത് ഇടതുപക്ഷമാണ് സാർ. കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിച്ച കർഷക സമരത്തിലും ഇടതുപക്ഷത്തിൻ്റെ നിറസാന്നിധ്യമുണ്ടായിരുന്നു സാർ. ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി വീണ്ടെടുക്കാനുള്ള നിയമയുദ്ധത്തിലും നേതൃത്വപരമായ പങ്കുവഹിച്ചത് ഇടതുപക്ഷമാണ് സാർ. ഇലക്ട്രൽ ബോണ്ട് വഴി നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അഴിമതിയിൽ കുളിപ്പിക്കുന്നതിന് വേണ്ടി കോർപ്പറേറ്റ് ശക്തികൾ നടത്തിയ ഇടപെടൽ നമുക്ക് ഓർമ്മയുണ്ട് സാർ. ആ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ വിജയകരമായ നിയമപോരാട്ടം നടത്തിയത് ഇടതുപക്ഷമാണ് സാർ. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതിനെല്ലാം പോരാട്ടം പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര ശക്തിയുണ്ട് സാർ? ഇടതുപക്ഷ ചിന്തകൾ സീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കുവയ്ക്കേണ്ടതല്ല സാർ. ആശയങ്ങൾ എത്ര സീറ്റുണ്ട്, ആ സീറ്റല്ലേ ഇടതുപക്ഷത്തിനുള്ളൂ എന്ന് കരുതുന്നവരുണ്ട് സാർ. അത് വെറുതെയാണ് സാർ. നിങ്ങളിൽ ഇടതുപക്ഷ മനസ്സുള്ളവരില്ലേ? വലതുപക്ഷത്തിൻ്റെ ഭൂരിപക്ഷ മനസ്സുള്ളവരുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ മനസ്സുള്ളവർ കോൺഗ്രസ് പാർട്ടിയിലില്ലേ? അങ്ങനെ ഇടതുപക്ഷ മനസ്സ് എന്ന് പറയുന്നത് CPM-ൻ്റെയും ഇടതുപക്ഷ പാർട്ടികളുടെയും ഭാഗമായി മാത്രം നിൽക്കുന്നതല്ല, ഈ സമൂഹത്തിൻ്റെ ആകെ ജനങ്ങളുടെ ഇടയിലേക്ക് വ്യാപിപ്പിച്ചൊരു ആശയമാണ് സാർ. ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാരന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം അവർ ഉയർത്തുന്ന ആശയമാണ് സാർ ഇടതുപക്ഷ ആശയം. ആശയം സർവ്വവ്യാപിയാണ്. സർവ്വവ്യാപിയായിട്ടുള്ള ആശയം എത്ര സീറ്റ് കിട്ടുന്നുമില്ല. എത്ര സീറ്റ് ഇപ്പോൾ ശ്രീലങ്കയിൽ നമ്മൾ കണ്ടില്ലേ? ഇടതുപക്ഷ ആശയം എത്ര പെട്ടെന്നാണ് പാർലമെന്റിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നത്. ഈ മതാധിഷ്ഠിത രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന ഈ വർഗീയ കോമരങ്ങൾക്കെതിരായി ഉജ്ജ്വലമായി പോരാടാൻ മനസ്സുള്ള ജനവിഭാഗങ്ങൾ ഇന്ന് തീരുമാനിച്ചാൽ നാളെ ഇടതുപക്ഷം ഇന്ത്യയിൽ അധികാരത്തിൽ വരും സാർ. അതിനു പറ്റിയ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടാവണം, രാഷ്ട്രീയ പ്രതലമുണ്ടാവണം. ആ പ്രതലം ഉണ്ടാക്കുക എന്നതാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ കോൺഗ്രസിന് കിട്ടിയ സീറ്റുകൾ മുഴുവൻ അവർ നടത്തിയ അധ്വാനത്തിൻ്റെ പുറത്തെന്നാണോ? ഈ നാട്ടിൽ നടന്ന കർഷക സമരത്തിന് നിറസാന്നിധ്യമായി നിന്ന ഇടതുപക്ഷം നടത്തിയ ആശയപരമായ പ്രചരണത്തിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് കുറേ സീറ്റ് ലഭിച്ചിട്ടില്ലേ? ഞങ്ങളുടെ പറ്റിൽ നിങ്ങൾ കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടും സാർ. അതാണ് ആശയം. ആശയത്തിൻ്റെ വൈപുല്യം അതാണ്. ആശയത്തിൻ്റെ സ്വാധീനം അതാണ്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ വന്നു BJPക്ക് നേതൃത്വം കൊടുക്കാൻ. ആർക്കും ഭയമില്ല സാർ. ആർക്കാണ് ഭയം? ഒരു കോർപ്പറേറ്റ് പണമുണ്ടാക്കിയ ഒരു വ്യവസായ പ്രമുഖൻ കഴിഞ്ഞ 10-15 വർഷമായി BJPയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് സ്ഥാനം പിടിച്ച ആൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ തിരുവനന്തപുരം പാർലമെൻറ്റിൽ നിന്ന് മത്സരിച്ചു. യഥാർത്ഥത്തിൽ തോറ്റു തുന്നമ്പാടി പോവേണ്ടതാണ്.
അന്നത്തെ ഒരു പുതിയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകി ഉയർത്തിക്കൊണ്ടുവന്ന ഒരാശയം ഇവിടെയും ബി ജെ പി ജയിക്കുമെന്ന് കരുതി കോൺഗ്രസ് ജയിക്കുകയാണ് ചെയ്തത്. അതാണ് ഇവിടെ നടന്നത്. അപ്പോൾ മറ്റൊരു ചേരിയിലേക്ക് ആളുകൾ ചെന്നെത്തുന്ന സ്ഥിതിയുണ്ടായി. അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുന്നില്ല. ഈ ധനബില്ലിനെ വീണ്ടും പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു.